ഈ ചെറിയ കാറും എടുത്തുകൊണ്ട് എന്തോ ഒരു പരിപാടി അവൻ ഒപ്പിക്കുന്നുണ്ട്. നിരീക്ഷണത്തിനൊടുവിൽ ഒരു ദിവസം 1500 രൂപ അധ്വാനിച്ച് ആ വിയർപ്പിന്റെ മൂല്യത്തിനുള്ള കൂലി കിട്ടുന്ന ചെറുപ്പക്കാരനെ മാരകമായ രാസലഹരിയുമായി പിടിച്ചു. അവനെ പിടിച്ച് ജീപ്പിലിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോ 8 മാസം പൂർണ്ണ ഗർഭിണിയായ അവന്റെ ഭാര്യ പൊട്ടിക്കരയുന്ന ആ നിമിഷം ഇപ്പോഴെന്റെ മനസ്സിലുണ്ട്. 1500 രൂപ ദിവസം കൂലി കിട്ടുന്ന ചെറുപ്പക്കാരൻ, പള്ളികളിലൊക്കെ വരുന്ന ചെറുപ്പക്കാരൻ തന്നെയാ. പക്ഷെ അവന്റെ കൂട്ടുകെട്ടിൽ എവിടെയോ തർക്കം വന്നപ്പോ, അവന്റെ കൂട്ടുകെട്ടിൽ എവിടെയോ പ്രശ്നം വന്നപ്പോ, ആ സാഹചര്യത്തിലേക്ക് അവൻ വീണുപോയപ്പോ പണത്തോടുള്ള ആർത്തി പൂത്തിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാത്രികാലങ്ങളിൽ ഈ കച്ചവടം തുടങ്ങിയപ്പോ പിടിക്കപ്പെട്ടു പോയപ്പോ 8 മാസം പൂർണ്ണ ഗർഭിണിയായ ഭാര്യയുടെ മുന്നിൽ വെച്ചുകൊണ്ട് ജീപ്പിലിട്ട് കൊണ്ടുപോകുമ്പോ അവിടെ ജയിലിലേക്ക് കിടക്കുന്ന 10 കൊല്ലം എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരെ ശിക്ഷിച്ചു. 10 കൊല്ലം 1 ലക്ഷം രൂപ പിഴ. ഭാര്യ പ്രസവിച്ചു, ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തു? മഹർ ചാർത്താൻ വേണ്ടി, അവിടെ തല അല്ലെങ്കിൽ ആ ചാർത്താൻ വേണ്ടിയിട്ട് രക്ഷിതാക്കന്മാർക്ക് പള്ളിയിൽ വെച്ച് ആലിയോ മറ്റോ മഹർ കൊടുത്ത പ്രിയപ്പെട്ട പെൺകുട്ടി എന്ത് തെറ്റ് ചെയ്തു? കിടക്കുക 10 കൊല്ലം. പണമുണ്ടാക്കാനുള്ള നെട്ടോട്ടാണ്. ഇന്നിന്റെ പുതിയ തലമുറയ്ക്ക് വേർത്ത് അധ്വാനിച്ചുകൊണ്ട് 500 രൂപയുടെ പണിയെടുക്കുക എന്ന് പറയുമ്പോൾ വലിയ പ്രതിസന്ധിയാണ്, പ്രശ്നമാണ്. എന്താ കാരണം? ഇന്നിന്റെ ഇത്തരം ലഹരി മാഫിയക്കാർ നമ്മുടെ മക്കളുടെ ചുറ്റുമുണ്ട്. ഞാൻ ചോദിക്കുന്നു അടിവരയിട്ടുണ്ട് നിങ്ങളോട്, രാത്രി നമ്മുടെ മക്കൾക്ക് ഈ കൗമാരക്കാരെ മക്കളുണ്ടാവില്ലേ? 22, 23, 24 വയസ്സുള്ള മക്കളൊക്കെ ഉണ്ടാവില്ലേ? എനിക്ക് നിങ്ങൾക്ക് 19 വയസ്സൊക്കെ ഉള്ള ഈ ആൺമക്കളാവട്ടെ പെൺമക്കളാവട്ടെ രാത്രി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം എടുത്ത് വെക്കുമ്പോ മോളെ മോനെ ഭക്ഷണം എടുക്കട്ടെ എന്ന് പറയുമ്പോ വേണ്ട ഉമ്മ, എനിക്ക് ഭക്ഷണം വേണ്ട. എന്താ കാരണം? ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒന്നാ മതി, രക്ഷപ്പെട്ടു, ഇനി വളമ്പും വേണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ആടൂരെ, പുറത്തുനിന്ന് എങ്ങനെയാ 19 വയസ്സുകാരൻ ഭക്ഷണം കഴിച്ചത്? ആരാ പൈസ കൊടുത്തത്? എവിടുന്നാ പൈസ കിട്ടിയത്? എങ്ങനെയാ പൈസ കിട്ടിയത്? നിങ്ങൾ മോണിറ്റർ ചെയ്യാറുണ്ടോ? എന്റെ സുഹൃത്തിന്റെ കൂടെ ഞാൻ ഭക്ഷണം കഴിച്ചു. ആരാണ് സുഹൃത്ത്? എങ്ങനെയാ പണം കിട്ടിയത്? എന്റെ മോന് ഞാൻ വാങ്ങിക്കൊടുക്കാത്ത ഡ്രസ് എങ്ങനെ ധരിച്ചു? പാന്റ് എങ്ങനെ ധരിച്ചു? എവിടുന്ന് പണം കിട്ടി? വീട്ടിലൊരു ബൈക്ക് കൊണ്ടുവന്നിരിക്കുന്നവൻ, ആരുടെ ബൈക്ക്? എങ്ങനെ പണം കിട്ടി? ഈ മോണിറ്റർ നടത്താറുണ്ടോ? പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരുടെ വീക്ക്നെസ് മനസ്സിലാക്കി അവരെ തേടിപ്പിടിക്കാൻ സാമൂഹ്യ വിരുദ്ധ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടില്. അതുകൊണ്ടാണ് ഞാൻ അടിവരയിട്ടുകൊണ്ട് പറഞ്ഞത്, പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരെ, ഈ വിഷയത്തിൽ നിതാന്തമായ ജാഗ്രത പാലിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 10 കൊല്ലം അഴിയണ്ടെങ്കിൽ